ഹരേ കൃഷ്ണ. രാധേ രാധേ. സ്കന്ദപുരാണത്തിൽ ഒരു കഥയുണ്ട്. ഭഗവാന്റെ റാണിമാർക്കെല്ലാം ഭഗവാന്റെ നന്ദഗോപരുടെ ഗൃഹത്തിലെ ലീലകൾ കേൾക്കണമെന്നൊരാഗ്രഹം. രോഹിണിയമ്മ റാണിമാർക്കെല്ലാം ഭഗവാന്റെ കുസൃതിത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ ആരംഭിച്ചു. അന്തപുരത്തിൽ കഥകൾ പറയുമ്പോൾ കാവൽ നിൽക്കുവാനായി സുഭദ്രയെ ഏൽപ്പിച്ചു. ഭഗവാന്റെ ഏറ്റവും പ്രിയകരമായ കഥകൾ മറ്റാരും കേൾക്കരുതെന്നായിരുന്നു രോഹിണിയമ്മയുടെ അഭിപ്രായം. ഭഗവാന്റെ കുസൃതികൾ റാണിമാർ മാത്രം കേട്ടാൽ മതി എന്നും പറഞ്ഞ് സുഭദ്ര കാവൽ നിൽക്കുമ്പോൾ ഭഗവാനും ബലരാമനും അവിടെ എത്തിച്ചേർന്നു. ഭഗവാൻ കാതോർത്തപ്പോൾ തൻ്റെ ഗോകുലത്തിലെ ലീലകളാണ് രോഹിണിയമ്മ പറയുന്നതെന്നറിഞ്ഞപ്പോൾ ഭഗവാൻ ഒരു വല്ലാത്ത നിർവൃതി അവസ്ഥയെ പ്രാപിച്ചു. ഭഗവാൻ ഏറ്റവും അധികം സന്തോഷിച്ച കാലമായിരുന്നു ഗോകുലത്തിലെ ജീവിതം. പരമഭക്തിയോടെ ഗോപന്മാരും ഗോപികമാരും ഉണ്ണിക്കണ്ണനെ സ്നേഹിച്ചതും സേവിച്ചതും എല്ലാം ഓർത്ത് ഭഗവാൻ എല്ലാം മറന്നുകൊണ്ട് സുദർശനവും എല്ലാം മാറ്റിവെച്ച് കണ്ണുകളെല്ലാം ഒരു വല്ലാത്ത ഭാവത്തിലായി നിർവൃതി അവസ്ഥ പ്രാപിച്ചു. ഇതു കണ്ടുവന്ന നാരദമുനി ഭഗവാനോട് ഈ അവസ്ഥ ഭക്തന്മാർക്ക് ദർശനമേകണേ എന്ന് അപേക്ഷിച്ചു. ഭഗവാൻ നാരദമുനിയെ സന്തുഷ്ടനാക്കുവാനായി അറിയിച്ചു. കലിയുഗത്തിൽ പുരിയിൽ ജഗന്നാഥനായി ബലരാമനോടും സുഭദ്രയോടുമൊപ്പം ഞാൻ ഈ നിർവൃതി അവസ്ഥയുടെ ദർശനം നൽകും. അതാണ് പുരിയിലെ ഭഗവാന്റെ ദർശനം. ഉണ്ണിക്കണ്ണന് പരമഭക്തി ഒന്നു മാത്രം മതി. ഗുരുവായൂരപ്പനെ തൊഴുതു മടങ്ങുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കുമില്ലേ ഓരോരോ കഥകൾ പറയാൻ. നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഭഗവാൻ കണ്ടതും കേട്ടതും അതെല്ലാം നമുക്കായി അനുഭവിപ്പിച്ചതും അതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ, നമ്മുടെ സ്വന്തം